മറ്റുള്ളവർക്ക് വിടുതൽ പ്രാപിക്കുന്നു. നാം മനംകൊണ്ട് ഒഴുകി പോകരുത്. പുറമേ നമുക്ക് വേദനകളില്ലെങ്കിലും പുറമേ കാണുമ്പോ ദുഃഖമില്ലെങ്കിലും കീഴുന്ന അവസ്ഥകൾ പക്ഷേ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കാം. വേദനപ്പെടുന്ന അനുഭവങ്ങൾ നടക്കുന്ന അവസ്ഥകൾ ഉണ്ടായിരിക്കാം. പരിശുദ്ധാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്ന വലിയ വിടുതലുകൾ വേദനപ്പെടില്ല. ദൈവത്തിലെ കാര്യങ്ങളെ ചെയ്യാൻ പോവുകയാണ്. സാധാരണ വിടുതലോ ചില വൻ കാര്യങ്ങളെ ദൈവമേ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമ്മെ സമർപ്പിച്ചു കൊടുക്കുവാനാണ്, നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് ഇടയാകുന്ന നമുക്ക് ഒന്ന് ശമയുടെ പുസ്തകം 12-ാം അധ്യായം 24-ാം വാക്യം. പല കാര്യങ്ങളും നാം പരിമിതപ്പെട്ടിരിക്കുന്നത് കാണുവാൻ കഴിയുന്നില്ല. പല വിഷയങ്ങളിൽ നമുക്ക് പരിമിതപ്പെട്ട ഒതുങ്ങി പോവാ. നമ്മൾ ഒതുങ്ങി പോവാ. അതുകൊണ്ട് എന്ത് സംഭവിക്കുകയാണ്? അതിന്റെ വൻ കാര്യങ്ങളെ കാണുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണുവാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയുന്നില്ല. ദൈവത്തിനുമേൽ നമ്മുടെ ജീവിതത്തിൽ ആരാധിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ ചെയ്യുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ആഴമായി വിശ്വസിക്കുക. ആ കാര്യങ്ങളെ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുക. നിശ്ചയമായി ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളെ വെളിപ്പെടുവാനായിട്ടും പരിമിതപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ, ഒരു വസ്തുവിന്റെ അനുഭവത്തിൽ പോകുന്ന ആ അവസ്ഥയിൽ മാറ്റിവെക്കുന്ന ദൈവമല്ലേ, പരിമിതികളിൽ മാറ്റിവെച്ചിട്ട് ആഴമായി വിശ്വസിക്കുവാൻ കഴിയുന്നവരെ നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാനായിരിക്കും. ഇസ്രായേലിന് മനസ്സിലായി അവരുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യുവാനിടയാണ്. വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. മടങ്ങി വന്നവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ട്. വൻ കാര്യങ്ങളെ അവർക്ക് ചെയ്തത്. ഹല്ലേലൂയ.